പറഞ്ഞു നടക്കുമ്പോ പണി നോക്കാൻ പറ ബിക്കോസ് അനുമോളെ ബിഗ് ബോസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ സീസൺ അത്ര ഒരു സീസൺ വന്നിട്ടില്ല. കാരണം സാമാന്യ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അവിടെ PR മാത്രം ജയിക്കാമെങ്കിൽ എത്രയോ കാശുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. സായി സിജോണ് അവരെണ്ണാക്കി കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിർത്തിയില്ല. അത് വിജയ് ഫാൻസ് എനിക്ക് വോട്ട് ചെയ്തേ. ഇടയ്ക്ക് കാണും, പിന്നെ ലൈവ് കൂടുതലും കാണും. എനിക്ക് ലൈവ് ആണ് ഇഷ്ടം കൂടുതൽ. നിങ്ങൾ ചെയ്യണം PR അല്ലേ? ഇതുപോലെ എല്ലാവരും എനിക്ക് വേണ്ടി എല്ലാവരും PR ചെയ്തിട്ടാണ് ഞാൻ ജയിച്ചത്. അതായത് മറ്റേ എന്താ പറയാ, നമ്മളെ ജനങ്ങളെ ഇഷ്ടപ്പെടും, മറ്റുള്ളവർ ഇഷ്ടപ്പെടുമ്പോ അവരറിയാതെ ചെയ്തു പോകുന്ന പ്രൊമോഷനാണ്. അതാണ് PR ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മള് പനിമോളായാലും ഞങ്ങളായാലും ആരായാലും അവിടെയുള്ള ബിഗ് ബോസിലെ എല്ലാവരായാലും ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നോക്കാൻ വേറെ ആരുമില്ല. അതിന് പാസ്വേഡ് ചെയ്ത് കാണാൻ നമുക്ക് എഗ്രിമെന്റ് അടക്കം ഒരാളിലേക്ക് കൊടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആൾക്കാരെ നിങ്ങൾ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കത്തില്ല, ആരും കൊടുക്കില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായ നമ്പർ, എൻ്റെ എക്സാമ്പിൾ പറഞ്ഞ ഈ ഫോണിൽ തന്നെ ഒരു 10,000 നമ്പർ ഉണ്ട്. അപ്പൊ ഇത്രയും നമ്പറുകൾ തന്നെ എനിക്ക് ഞാൻ കൊടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസമുള്ള ഒരാളെ നമുക്ക് കിട്ടണം. അല്ലാതെ നിങ്ങളുടെ നമ്പറൊക്കെ എല്ലാം നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൊടുത്തിട്ട് പോകും. ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഇതിനകത്തിന് നോക്കിയേ, 18,000 നമ്പർ ഉണ്ട് ഇല്ലേ ഒരു ഫോണില്. ഇതുപോലത്തെ 5 ഫോണുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് എന്റെ കണക്ഷനുള്ള ആൾക്കാരെ വോട്ട് മാത്രം കിട്ടിയാൽ പോലും എനിക്ക് ജയിക്കാം. അപ്പൊ മനസ്സിലാക്ക്. അതിനുള്ള ഉള്ളൂ. PR കൊണ്ട് ആർക്ക് ജയിക്കാൻ പറ്റും? ആർക്കും ജയിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ കളിച്ചിട്ട് ഗെയിം ഞാൻ കളിക്കുമ്പോ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഞാൻ PR കൊണ്ട് മാത്രം ജയിക്കാമെങ്കിൽ എത്രയോ കാശുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. കോടിക്കണക്കിന് രൂപ വരുന്ന അട്ടിയിട്ട് വെച്ച ആൾക്കാരുണ്ട് ഇവിടെ. അവന് 1 കോടി 2 കോടി രൂപ കൊടുത്തു ബിഗ് ബോസ് ജയിച്ചിട്ട് വരാൻ അത് കാണിട്ടാ ഈ പറയുന്ന ആൾക്കാര്. പിന്നെ അല്ലാണ്ട് അന്തസ്സായിട്ട് കളിച്ചു വെച്ചാണ്. നിങ്ങൾ കണ്ടല്ലേ അവിടെയുള്ള ആൾക്കാരൊക്കെ മുട്ട അടിച്ച് നിലത്തെടുത്ത് ഞാൻ ജയിച്ചത്. അത് ഒരു മാറ്റമില്ല. എങ്ങനെ പറ്റും PR കൊണ്ട് വോട്ട് പറിക്കാൻ? അല്ല, എങ്ങനെ പറ്റും? നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചല്ലോ. അതായത് എന്നെ തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെട്ടിട്ട് വിജയ് ഫാൻസ്, ഞാൻ അടുത്ത സ്റ്റോറി ഇടാം നിങ്ങൾക്ക് അടുത്ത ഞാൻ എന്റെ സ്റ്റോറി ഇടാം. അത് വിജയ് ഫാൻസ് എനിക്ക് വോട്ട് ചെയ്തേ. അപ്പൊ പറയാ അപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോ പറയാ വിജയ് ഫാൻസ് കാശ് കൊടുത്തിട്ട് ചെയ്യാതിരിക്കുന്നു. വിജയ് ഫാൻസിന്റെ അടുത്തേക്ക് കാശ് കൊണ്ടത് അവർ തുണി കാണിക്കും, വേറെ ചെയ്യില്ല. അവരുടെ കാശ് എന്താണെന്ന് നമുക്കറിയാം. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യര് ഈ വളർന്നു തന്നെ ആൾക്കാരെ കണ്ടെങ്കിൽ അസൂയപ്പെടല്ലേ? ഈ മോളിൽ ഇങ്ങനെ ഉദിച്ചിരിക്കുന്ന സൂര്യനെ കണ്ടിട്ട് താഴെ കിടന്ന് കുറെ പട്ടികൾ ചിലക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ സൂര്യന്റെ ചന്ദ്രന്റെ ഉത്പൊന്നും കുറയാറില്ല, അത് ഉപ്പ് കൂടുള്ളൂ. അതിന് ഉദാഹരണം ഈ ഫിലിം. സത്യം എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. നിങ്ങളൊക്കെ ഒന്ന് കളിയാക്കുന്ന ആൾക്കാരെ മൂവി കാണും. ഞങ്ങൾ ഒരു 5-6 വർഷം മുമ്പ് നിസ്സാര പണം കൊണ്ട് ചെയ്ത മൂവിയാണ്. അതൊക്കെ ഒന്ന് കാണും. ബിഗ് ബോസിന് മുമ്പേ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അത് പറയാൻ പറ്റില്ല സുഹൃത്തെ. കാരണം എന്താ അറിയോ, നമ്മളെ എന്താണെന്നറിയോ, അല്ല ഞാൻ പറയട്ടെ, അവിടെ നിൽക്കുന്ന എല്ലാവരും അവിടെ കയറിയേക്കുന്ന ആൾക്കാരായാലും മോശമില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഉണ്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് ഇറങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. ആ കുട്ടി പെൺകുട്ടിയാണ്. ഇറങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ചേട്ടാ ഞാൻ PR വെച്ചിട്ട് എനിക്ക് ഞാൻ എന്താന്ന് കാണിച്ച് ജനങ്ങൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ, ഞാൻ എന്റെ കഴിവിനെ, അതായത് ഇവർ ചെയ്ത കഴിവിനെ എന്താന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ ഔട്ട് ആവില്ലായിരുന്നു. അത് സത്യമാണ്. ഈ വർഷം പല ആൾക്കാരും നോക്കുക. ഞാൻ കയറുന്ന സമയത്ത് ഈ സീസണിലുള്ളത് അത് ഞാൻ നമ്മൾ കയറുന്ന സമയത്ത് എന്നെ കയറുന്ന സമയത്ത് ആരാ അറിയാം? ബോഡി ബിൽഡർ എന്നുള്ള ലെവലിലുള്ള ആൾക്കാർ മാത്രമേ വരും. പിന്നെ എന്റെ നാട്ടുകാരറിയും. മനസ്സിലായോ? പിന്നെ ഞാൻ വളർത്തി വിട്ടാണ് കുറെ പിള്ളേരുണ്ട്. അത് ഞാൻ 10 ദിവസമൊക്കെ മിണ്ടാതി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എന്നെ ഔട്ടാകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അവരെ വോട്ട് മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ കോൺടാക്ട്സ് 18,000 കോൺടാക്ട്സ് എന്റെ ഈ ഒരു ഫോണിൽ കണ്ടായി. 5 ഫോണിൽ എനിക്ക് ഒരു ഫോണിലെ കോൺടാക്ട് കാണിച്ചതുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഇത്രയും കോൺടാക്ട്സ് മാത്രമുള്ള ആൾക്കാർ മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ കിട്ടും. എനിക്ക് എന്റെ അത്ര വോട്ട്. അത് വേറെ എന്താ പറയാനുള്ള സാമാന്യ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അവിടെ വോട്ടിന്റെ കാര്യത്തിൽ അല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. വോട്ടുണ്ടോ ജയിക്കും, ജനങ്ങൾക്ക് ഇഷ്ടമാണോ ജയിക്കും. ഒരു PR വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചെടുക്കില്ല. പിന്നീട് അവരുടെ ഇതിനകത്തേക്കും
കയറ്റി വോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞു നടക്കാൻ പോയി പണി നോക്കാൻ പറ. ബിഗ് ബോസ് പോയി ഒരു ചാൻസ് നോക്കാൻ പറ. അവർക്ക് നാണല്ലേ? എനിക്ക് ആരും പ്രത്യേകിച്ച് അറിയാൻ ആൾക്കാരല്ല. എല്ലാവരെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ. ഞാൻ നിങ്ങളെ ആരെങ്കിലും ഒരാളെ കുറിച്ച് എനിക്ക് ചീത്ത പറയണ്ടോ? എനിക്ക് പറയാൻ പറ്റണ്ടോ? ഒരാളെ കുറിച്ച് നിങ്ങൾ മനസ്സ് പറയണ്ടോ? എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഞാൻ മനസ്സ് പറയണ്ടോ? അവിടെ കയറിയേക്കണ ബിഗ് ബോസ് കയറിയേക്കണ എല്ലാവരെ കുറിച്ച് ഞാൻ ഓരോ സ്റ്റേജിൽ കയറുമ്പോഴും അവര് കാരണം ഞാൻ ജയിക്കാന്നാ പറഞ്ഞേ. അല്ല, അവര് അങ്ങനെ പെർഫോമൻസ് എനിക്ക് തിരിച്ചു ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ഞാൻ ജയിക്കുള്ളൂ. സീസണിലുള്ള പല ആൾക്കാരും ഈ സീസണിന് ശേഷം അതിന്റെ ജില്ലയെ കുറിച്ചിട്ട് കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനോട് ജില്ലയ്ക്ക് എന്താ പറയാനുള്ളത്? അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കൂടെ മത്സരിക്കുന്ന ആൾക്കാര് പുറത്തിറങ്ങി കഴിയുമ്പോ അവരെന്തായാലും നല്ലത് പറയില്ല അപ്പൊ തന്നെ. കാരണം അവരുടെ ക്ഷേമിന്റെ ആവശ്യമുള്ളത് അത് ഞാൻ അവരോട് ക്ഷമിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന സാഹിത്യാണ് അവരെണ്ണാക്കി കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിർത്തിയില്ല അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റാണ്ടതല്ല. എന്റെ ഇതൊരു ചൂണ്ടുപറയില്ല അവരൊന്നും. എന്റെ മനസ്സിൽ അവരൊക്കെ ഫ്രണ്ട് തന്നെയാണ്. അത് വേറെ പണി കിട്ടിയില്ല. നിങ്ങൾ വേറെ ഒന്നുമില്ല. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അതെ. നമ്മള് എപ്പോഴും ഈ വെള്ളം ഒരേ ലെവലിൽ ഒഴുകൂല. അത് മനസ്സിലാക്ക്. ഇവിടെ വെള്ളപ്പൊക്കം വന്ന ഓർമ്മയുണ്ടാ? അതുപോലെ വെള്ളപ്പൊക്കം വരൾച്ചയൊക്കെ വരും. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കുക. ജീവിതത്തില് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് ഇത്രയും നാളെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കുള്ള ഒരു മറുപടിയാണിത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് പോണതിൽ ഒന്നും അല്ലാത്ത 5-6 വർഷം മുമ്പ് വെറും നിസ്സാര പൈസ കൊണ്ട് ഭക്ഷണം വരെ ഞാൻ വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചോദിച്ചു ആര് പിന്നാണെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അത് വിചാരിച്ചിട്ട് അവരുടെ വോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പൊ ഞാൻ മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. പക്ഷെ ഇനി ഇത് കാര്യം പറയാം. ഞാനിപ്പോ സ്ഥിരമായിട്ട് സാധനം കാണുന്നില്ല. ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാം ആരും ചെയ്തു. 2-3 ദിവസം ഞാൻ പറയാം. കാരണം ഞാൻ ഈ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് പിന്നെ 1-ാം തീയതി പിന്നാലെ ഇല്ല എനിക്ക് ഷൂട്ടിംഗ് ആണ്. എനിക്ക് ഷൂട്ടിംഗ് ആണ്. ഇല്ല ഷൂട്ടിംഗ് ആണ്. വേറെ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ്. പോകാൻ പറ്റില്ല. മറ്റേ അതിന് മുമ്പ് ഞാൻ പറയാം. ഞാൻ എന്തായാലും 2 ആഴ്ച ഉണ്ടല്ലോ. ഈ ആഴ്ച അടുത്ത ആഴ്ച ഉണ്ട്. ഈ ആഴ്ച ലാസ്റ്റ് സമയത്ത് ഞാൻ പറയാം ആര് വിൻ ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അറിയാം ഓരോരുത്തരുടെ ഒരു ഭയങ്കരമായിട്ട് ഇപ്പം എന്താ പറയാ കുറച്ചൊരു ബിഗ് ബോസ് ഇൻഡയറക്റ്റ് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറെ കരഞ്ഞോണ്ടൊക്കെ സീനാക്കുന്നുണ്ട്. അനുമോളെ ഇപ്പൊ റീസെന്റ് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടൊക്കെ ബിഗ് ബോസിനോട് മറ്റേ റൂമിൽ പോയിട്ട് ചോദിക്കണ്ടായിരുന്നു ബിഗ് ബോസ് എങ്ങനെയാണ് ഞാൻ കളിക്കുന്നുണ്ട്. അത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ ഫിനാലെ വരെ ഉണ്ടാവില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അത് ഇൻഡയറക്റ്റ് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ? അത് അനുമോളെ ബിഗ് ബോസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു എന്താ പറയാ നിങ്ങൾ കണ്ടതായിരിക്കും. നിലം അടിച്ചങ്ങനെ 3 ദിവസത്തെ എനിക്ക് പണിഷ്മെന്റ് നടന്നു. ആ പണിഷ്മെന്റ് വന്നപ്പോ അവര് തന്നെ മുട്ടയും സാധനങ്ങളൊക്കെ എടുത്ത് മറ്റേ റെസ്പിൻ എടുത്തെറിഞ്ഞായിരുന്നു. ആ റെസ്പിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നതിന് അത് ഞാൻ ഡിസർവ് അല്ല എന്നുള്ളത്. എന്തായാലും മോള് ഡിസർവ് ആണ്, സമ്മതിച്ച് കേട്ടാ. മോള് കപ്പ് അടിക്കാൻ ഡിസർവ്. വീട്ടിലേക്ക് തരാൻ ഞാൻ മറ്റേ എന്താ പറയാ എന്താ പറയുന്നത് ഞാൻ ആ മുട്ടയും ചീഞ്ഞ മുട്ടയും മറ്റു സാധനങ്ങളും അതിനകത്തേക്ക് എടുത്ത് എറിയാൻ നേരത്ത് അതിനകത്തുള്ള പല ആൾക്കാരും പറഞ്ഞ ഡയലോഗൊന്നും കേട്ടിട്ടുണ്ടാവും. എറിയും അത് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് അത് വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ട് എറിഞ്ഞിട്ട് ആ സാധനം പറയാൻ ഞാൻ പൂത്ത് കളഞ്ഞിട്ട് അത് ഇരുന്നിട്ട് ബിഗ് ബോസിനോട് പോയി ഞാൻ കരഞ്ഞു പറയായിരുന്നു. ബിഗ് ബോസ് കാണുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന്. നമ്മൾ മനുഷ്യനാണ്, ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഞാൻ അവരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞു ഒറ്റയ്ക്ക് മാറിയെന്നേ കരഞ്ഞുള്ളൂ. അത് കാണാൻ പാകത്തിന് കരഞ്ഞു, അറിയാണ്ട് അവർ പിടിച്ചേക്കണ സാധനമാണ്. ഞാൻ അവിടെ ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞല്ല. ഒരു സാധനം ഞാൻ അതല്ല, കാരണം മനുഷ്യനാണ് നമ്മള്. ഞാൻ പിന്നെ കൂടുതൽ പിന്നെ ബാത്റൂമിൽ പോയിരുന്ന അറിയണേ. എനിക്ക് ഒന്നാമത്തെ ഫീലിംഗ് ഭയങ്കര കൂടുതലാണ്. ആ സമയത്ത് എന്താ പറയുക, തുടക്കം മുതൽ കാര്യങ്ങൾ നോക്ക്. പെട്ടെന്ന് ഓരോന്നിനും അടിച്ചടിച്ച് ഞാൻ കയറിപ്പോയത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ സീസൺ അത്ര ഒരു സീസൺ വന്നിട്ടില്ല. കാരണം നമ്മുടെ കിഷൻ സാറ് അതിനകത്ത് കയറി എന്ന് പറഞ്ഞാണ് ഏറ്റവും ഗ്രാൻഡ് ഫിനാലിക്ക് ഏഷ്യന്റെ ഹെഡിലേക്ക് കിഷൻ സാറ് കയറിയെന്ന് ലാലേട്ടനും അർജുനും ഞാൻ നിൽക്കുമ്പോൾ പറഞ്ഞാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും ഹൈപ്പ് നടന്ന സീസൺ, ഏറ്റവും റിവ്യൂ നടന്ന സീസൺ ഞങ്ങളുടെ സീസണാണെന്നുള്ളത്.
അപ്പോഴും ഞാൻ അപ്പോഴും ഈ ഫൈനല് കപ്പ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ സാധനം ഈ കിഷൻ സാർ പറയാനുള്ള ഒരു കാരണത്തിന് ഇതിനൊക്കെ ഞാൻ മാത്രമല്ല കപ്പടിച്ചതിന് ഇരിക്കുന്ന എൻ്റെ കൂടെ മത്സരിച്ച് അവരോടാണ് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാന്ന് പറഞ്ഞത്. കാരണം അവരില്ലെങ്കിൽ ഞാൻ ഇല്ലെന്ന്. കാരണം അവരത്രയും പെർഫോം ചെയ്യാനുള്ള ആൾക്കാർ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഹാർഡായിട്ട് എന്നോട് എതിർക്കാനുള്ള ആളുണ്ടായിട്ടുണ്ട്. നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് നല്ല വിന്നർ ഉണ്ടാവണേ അല്ലേ, അല്ലാതെ വെറുതെ വിൻ ചെയ്ത് എന്താ കാര്യം? അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിട്ട് വിൻ ചെയ്താവണം ഞാൻ. അത് ഒരു മാറ്റമല്ലേ, നിങ്ങൾ ആരും സമ്മതിച്ചാലും സമ്മതിച്ചാൽ എനിക്കൊരു ഉള്ളില്ല. പിന്നെ വിജയമാണ്. പിന്നെന്താ മുഖ്യമന്ത്രി കഴിഞ്ഞിട്ട് പിന്നെ അവർ താഴെ പുറത്തിറക്കാൻ പറ്റുക? ഞാനിപ്പോഴും ആനപ്പുറത്ത് തന്നെയാ. കുറെ പട്ടികളും സൈഡിൽ നിന്ന് കുറയ്ക്കും. ആന മൈൻഡ് ചെയ്യാ ഫ്രണ്ടിലേക്ക് പറ്റേ ഒറ്റ തട്ടോളും. അതിനുള്ള തോന്നുന്നത് ആന അങ്ങനെ തന്നെയാ. ചേട്ടാ ദൈവത്തോർത്ത് നിങ്ങൾ മൂവിയൊക്കെ ഒന്ന് കാണാം. ഞാൻ സത്യം പറഞ്ഞ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞ നിങ്ങൾ പടങ്ങളൊന്നും ഞാൻ ഡബ് ചെയ്യുന്നല്ലേ. അല്ല അടുത്ത 2 പടം നായകനോട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡബ് ചെയ്യാം. കാരണം ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഉണ്ടായില്ല, ഡബിങ് ഞാൻ അവിടെ ഉണ്ടായില്ല, അതാ പറ്റിയത്. അപ്പൊ ഒരു പെട്ടെന്ന് ചെയ്യാനുള്ള ഒരാളല്ലേ, അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മൂവി കാണണം. പ്രത്യേകിച്ച് എന്റെ നാട്ടുകാര് പ്ലീസ്, നമ്മുടെ കാലടിയിൽ മൂവി കളിക്കണ്ട്, എല്ലാവരും കാണണേ. ഒരു 1 ടൈം വാച്ച് ചെയ്യാനുള്ള പടമുണ്ട്, എല്ലാവരും കാണണേ പ്ലീസ്. എന്റെ ജിമ്മ തന്നെയാ. അതെ ആ ജിമ്മിലാണ് ഞാൻ കളനാഥ് പറഞ്ഞ് നാളെ കേസ് കൊടുത്തു. എന്റെ 15 ലക്ഷം രൂപ കട്ടിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ ഒരാളോട് എതിരെ കൊണ്ട് കേസ് കൊടുത്താൽ ആരും അറിയില്ല. പക്ഷെ ഞാൻ അതിനകത്ത് എന്റെ ചെക്ക് ലീഫ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഷട്ടർ ഇത്രയും താത്തിയുള്ളൂ. കാരണം അവർക്ക് രാവിലെ ഒന്ന് തുറക്കാൻ പോയി വിട്ടാ. അപ്പൊ എന്നാ ഞാൻ കേരളം കാണിച്ചു, പൈസ കട്ടത് ക്യാമറയിൽ ചെയ്യുന്ന കാണിക്കുന്നത് എന്ത് മനസ്സിലായോ? അതായത് എനിക്ക് എന്റെ സ്വന്തം ജിമ്മ്, അതിലെ പണിക്കാര് ഇത്രേ ഉള്ളൂ. ഞാൻ അവർക്ക് തിരിച്ചു അത് അന്ന് ഞാൻ കേസ് കൊടുത്തപ്പോ അതിന് പകരമായിട്ട് ഞാനിങ്ങനെ ഈ കുഞ്ഞു കയറുന്ന സാധനം കണ്ടപ്പോ ഞാൻ കക്കാൻ കയറും, ജിന്റെ കക്കാൻ കയറുന്ന പറഞ്ഞ ജിന്തയ്ക്ക് 15 ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മനസ്സിലാക്കിയാൽ ആ കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് കണ്ടില്ല ഞാൻ പിന്നീട് അല്ല ഇനി അവിടുന്ന് 15 ഞാൻ എടുത്തു വിചാരിച്ചോ? എന്റെ ജിമ്മാണ്, ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരുടെ മീറ്റിൽ കയറിയല്ല ഞാൻ മോഷിച്ചേ. നിങ്ങൾ ആൾക്ക് നിങ്ങള് മീഡിയാസ് ആൾക്കാർ നമ്മളെ എന്നെ കുറിച്ച് മാത്രമല്ല മറ്റുള്ള ആൾക്കാരെ കുറിച്ച് എഴുതുമ്പോഴും സൂക്ഷിക്കുക. എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഒരു ലൈനിൽ എത്തണേ. അതിനെ നിങ്ങൾ എടുത്ത് കാണിക്കുമ്പോ എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. പക്ഷെ ഞാൻ സങ്കടപ്പെടാത്ത നിങ്ങളുടെ മുമ്പിൽ കരയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കരഞ്ഞിട്ടുള്ള സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു പറഞ്ഞോളാം. അതന്നെ സത്യം. നമ്മളെ വെച്ച് നമുക്ക് വിളിക്കാൻ അങ്ങോട്ട് എല്ലാം പേടിയായിട്ടുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെടുത്ത് അടിക്കും. പക്ഷെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴയ ചുണ്ടല്ല വെച്ചാൽ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ നിന്നിട്ട് പറയേണ്ട ഒരു സാധനമുണ്ട്. എന്താ ഈ പണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എന്റെ സ്വപ്നം അതിന് വലുതായിരുന്നു. അപ്പൊ എനിക്ക് സഹിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളെല്ലാവരും നമ്മുടെ സാഹചര്യത്തിലൊക്കെ നമ്മൾ മാറും. കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയാ മറ്റേ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞെന്താ മറ്റേ എനിക്ക് കുറച്ച് തലക്കാനം കൂടി എന്നുള്ളത്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ പറഞ്ഞില്ലേ എനിക്ക് ഇത് കഴിഞ്ഞവനെ കുറച്ച് തലക്കാനം കൂടിയെന്ന്. അതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തല ഒരു പരിധിയിൽ വണ്ണം വയ്ക്കുള്ളൂ, അത് ഇവന് വണ്ണം വയ്ക്കില്ല. ഞാൻ കുറച്ച് ഒരു 10-20 കിലോ കുറച്ചു, അപ്പോഴേ തലയ്ക്ക് വണ്ണം തോന്നണം, അല്ലാതെ തലക്കാനല്ല.